ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. എല്ലാവരും അവസാനമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രണ്ട് താത്താരും കൂടിയും കിച്ചണിലുണ്ട്. അവർക്ക് രാവിലെ ജോലിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ ചോറിനുള്ളതും ചായക്കുള്ളതും എല്ലാം റെഡിയാക്കി വെച്ച് പോകും കേട്ടോ. ക്ലീനിങ് ബാക്കിയുള്ളവർ അവിടെ ആരെല്ലാം വെച്ചാൽ അവർ ചെയ്യും. ബാക്കി കുക്കിംഗ് ഒക്കെ ചെയ്ത് അവർ പോകും കേട്ടോ. അങ്ങനെ രാവിലെ നല്ല സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കൊന്ന് ദോശയും ചട്നിയും ചമ്മന്തിയും കൂടെയാണ് കേട്ടോ. അങ്ങനെ സാമ്പാർ കടുകൊക്കെ പൊട്ടിച്ച് മക്കൾ ആരും എണീറ്റിട്ടില്ല കേട്ടോ. അവര് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എണീക്കണമെങ്കിൽ ഒരു 11 മണിയും 12 മണിയൊക്കെ ആവും കേട്ടോ. ചിലവർ മാത്രം ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ വരും നേരത്തെ. ചിലവർ ഉച്ചയായാലും എണീക്കില്ല കേട്ടോ. അങ്ങനെ നല്ല മീൻ മസാല കൂട്ടിയിട്ടുണ്ട്. പിന്നെ ചട്നി റെഡിയാക്കിയിട്ടുണ്ട്, ചമ്മന്തി ആയിട്ടുണ്ട്. ഒപ്പം ബാക്കിയുള്ള ദോശയും കൂടി ആക്കി വെക്കുകയാണ്. അങ്ങനെ എല്ലാം ആയതിനു ശേഷം ഒരു ലാസ്റ്റ് ഒരു ദോശ വിരിച്ചിട്ടുണ്ട് എൻ്റെ താത്താട്ടോ. ഒരു ചട്ടി മുഴുവൻ ദോശ വിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല ഉറക്കാണ് കേട്ടോ. എങ്ങനെ വിളിക്കാൻ തോന്നുന്നത് അടുത്ത ആള് ഇപ്പാടൊരു സീനാണ് കേട്ടോ. അപ്പോൾ ഫോണും നോക്കിയിട്ട് കസാലയിൽ ഇരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പുറത്തെ റൂമിൽ പോയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സീനാണ്. അങ്ങനെ എല്ലാവരും ഉറങ്ങും. പക്ഷെ രണ്ടുപേരും നേരത്തെ എണീറ്റ് പല്ലും തേച്ച് വന്ന് കിടക്കുകയാണ് കേട്ടോ. ലുബമോളും ഹിബമോളും അവർക്ക് അവിടെ പോയ നേരത്തെ എണീക്കണം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ലേറ്റ് ആയിട്ടേ എണീക്കുള്ളൂ. ഇവർ നേരത്തെ എണീക്കും കേട്ടോ. അങ്ങനെ ചില ദിവസങ്ങളിലാണ് കേട്ടോ നേരത്തെ എണീക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ വന്ന് നോക്കി. അപ്പോൾ പിന്നെ മെഷീനിൽ ഞാൻ തന്നെ കുറച്ച് തുണികളൊക്കെ അവരെന്തായാലും കുക്ക് ചെയ്യല. അപ്പം ഞാൻ തന്നെ കുറച്ച് തുണികളൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിരിഞ്ഞ് വരണം. പിന്നെ മീൻ വറക്കുക കേട്ടോ. ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അവർ പോയതിന് ശേഷമാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യുള്ളൂ. അങ്ങനെ ലുബമോൾ എണീറ്റ് ദോശ കഴിക്കുകയാണ്. ഞാൻ ആദ്യം 2 പീസ് മീൻ ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. അവർക്ക് കടയ്ക്ക് കൊണ്ടുപോകാനുള്ളത്. പിന്നെ ഞങ്ങൾ ഉച്ചക്കാണ് അക്കപ്പത്തിന് മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവും. ഉച്ചക്കാണ് ഫ്രൈ ആക്കുള്ളൂ. അങ്ങനെ ലുബമോൾ ചായ കുടിക്കുകയാണ്. അങ്ങനെ താത്താരൊക്കെ അവരുടെ പണി കഴിഞ്ഞ് പോയിട്ടോ. അപ്പോൾ കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് ഉപ്പേരിയാക്കാൻ നാശമാവുള്ളൂ വിചാരിച്ചിട്ട് അതെടുത്ത് ഉപ്പേരിക്കുള്ളത് അരിയാണ് കേട്ടോ. കാരണം കയ്പ്പൊക്കെ ഉപ്പേരി ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് നേരമില്ലാത്തതുകൊണ്ട് അവരങ്ങനെ പോയി. അപ്പോൾ വിചാരിച്ചു ഞാൻ കയ്പ്പൊക്കെ ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാനും താത്താടെ മോളും ഉണ്ടായിരുന്നു. അവൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കി കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി. ചിലതൊക്കെ പഴുത്ത് വരുന്നുണ്ടായിരുന്നു കയ്പ്പൊക്കെ. അപ്പോൾ ഇനി എടുത്ത് വെച്ചത് നാശമാവും. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഒന്ന് കട്ട് ഊറ്റും കേട്ടോ. ഒന്ന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഊറ്റും. കയ്പ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ അത് ഉള്ളിയും തക്കാളി ഇടും കേട്ടോ. ഒരു തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കുള്ളൂ. അങ്ങനെ നമ്മളത് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ എവിടേക്കാണ് നമ്മൾ ആങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോകണം. ഞങ്ങളുടെ വീട് പറഞ്ഞാൽ ഞങ്ങൾ അപ്പുറം ഇപ്പുറം ഓടിക്കളിച്ചുകൊണ്ട് അങ്ങോട്ടും കൊണ്ടും വിളിച്ചും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അടുത്തടുത്തായതുകൊണ്ട് അങ്ങനെ മക്കളൊക്കെ ഓരോരുത്തരും എണീറ്റ് ചായ കുടിക്കണം. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഈ കയ്പ്പൊക്കെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇത് കുറച്ചൊന്നും ആവാണ്ട് കുറച്ചധികം കയ്പ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ആയിട്ട് വരട്ടെ. അപ്പോഴേക്കും ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ താത്താടെ മോള് റെക്കോർഡ് എഴുതുകയാണ് കേട്ടോ. ഒരുപാട് എഴുതാണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ എഴുതി തീർട്ടേ എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഞങ്ങൾ വരണതിൻ്റെ തലേദിവസം തുടങ്ങിയ എഴുത്താണ്. ഇതുവരെ തീർന്നിട്ടില്ല. ശനി ഞായർ ആയതുകൊണ്ട് 2 ദിവസം ലീവാണ്. അപ്പോൾ ഇരുന്ന് എഴുതി തീർക്കണം. അവർക്ക് അവിടെ സബ്മിറ്റ് ചെയ്താലാണ് ഇത് ഇനിയോട് എന്തോ മാർക്ക് എന്തോ ഉണ്ട് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ അതിനെ കുറിച്ചിട്ടൊന്നും. അങ്ങനെ പിന്നെ ഉപ്പ അവിടേക്ക് വന്ന് സൈഡായി എല്ലാവരും എണീറ്റപ്പോൾ പിന്നെ ബെഡിൽ വന്ന് കിടന്നു കേട്ടോ. ഹാളിലാണ് ഇപ്പോൾ കിടക്കാറ്. പക്ഷേ റൂം ഒഴിവായ റൂമിൽ വന്ന് കിടക്കും. അങ്ങനെ നമ്മൾ ആങ്ങളുടെ വീട്ടിലേക്ക് എത്തി. താത്താടെ മക്കളും മോനും ആങ്ങളുടെ മോനും കൂടി കളിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മോന് ഹിബമോളുടെ കയ്യിലുണ്ട് കേട്ടോ കുഞ്ഞു ബേബി. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. സംസാരിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എന്തായാലും 24 മണിക്കൂറും ഒന്നില്ലെങ്കിൽ ഇവർ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അവർ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പുറം ഇപ്പുറം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്താ പറയുക ബോറടിക്കില്ല കേട്ടോ. പോസ്റ്റ് ആയിരിക്കില്ല. അപ്പുറം ഇപ്പുറം ആൾക്കാരാണ്. പിന്നെ മക്കൾ റോട്ടിലിറങ്ങി കളിക്കുകയാണ് കേട്ടോ. അവിടെ നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. പിന്നെ നമ്മളിങ്ങനെ തിരിച്ച് മെല്ലെ പോകുന്ന കാണണം. കയ്പ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് വന്നിക്കണത്. പിന്നെ കണ്ടില്ല അന്ന് നമ്മൾ കാണിച്ച സപ്പോർട്ടന്മാരും പ്ലാവിൻ്റെ മരമൊക്കെ കുറച്ചും കൂടി വലുതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്.
പച്ചമുളക് ഇതൊന്ന് കുറേ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ കുറച്ചേ ഉള്ളൂ, കുറേ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാവിൻ്റെ അല്ല, വേപ്പിലയുടെ മരത്തിലെ ഇലല്ല എന്ന് പറഞ്ഞപ്പോൾ ഹിബമോള് കൊടുന്നിട്ട് അതിൽ റോസാപ്പൂ വെക്കുകയാണ് കേട്ടോ. റോസാപ്പൂ ആയിക്കോട്ടെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ നമ്മളിതാ നമ്മുടെ എന്താ പറയുക കയ്പക്ക ഉപ്പേരിക്കുള്ളത് ഒക്കെ സെറ്റായി ഉണ്ടായിരുന്നു. ഞാനതൊക്കെ ഒന്ന് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകിയിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് വന്നിട്ട് അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതൊന്ന് തൂമിച്ചെടുത്തു. ഇനി കുറച്ച് നേരം അതങ്ങനെ ആയിട്ട് അതിങ്ങനെ ഒന്ന് എന്താ പറയുക അതിൻ്റെ വെള്ളമൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ നമ്മളൊന്ന് ഓഫാക്കിയിടുക. പിന്നെ ഉപ്പാക്ക് 10 മണിക്ക് കഞ്ഞി കുടിക്കണം കേട്ടോ. അപ്പോൾ കഞ്ഞി കുടിക്കുകയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചയായി കേട്ടോ. ഉച്ചയായപ്പോൾ നല്ല മഴയാണ് കേട്ടോ. കുളിച്ചിട്ടൊന്നുമില്ല, എന്നാലും വീട്ടിലെ ഫുഡ് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ കുട്ടി ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എണീറ്റ് വന്നിട്ട് ഞങ്ങൾ അവനായിട്ട് കുറേ നേരം കളിച്ചു. അപ്പോഴേക്കും കൈ മാറിയിട്ട് റെക്കോർഡ് എഴുതണം കേട്ടോ. മറ്റേ താത്താടെ മക്കളൊക്കെ കൂടി റെക്കോർഡ് ഒന്ന് ഫിനിഷ് ആക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്നൊന്ന് പറയണേ. കാരണം ഒരു ഹെൽപ്പ്, ആൾക്ക് ഷോൾഡറൊക്കെ വേദന ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ ഒന്ന് മാറിയിട്ട് എഴുതുകയാണ്. തിങ്കളാഴ്ച ആകുമ്പോഴത്തേനും അത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കലും കിടക്കലും ഒക്കെയാണ്. പിന്നെ 4 മണിയായപ്പോൾ നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. നല്ല മഴ വരുന്നുണ്ടായിരുന്നു, ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ മഴ ചാറിയെന്ന് കണ്ടപ്പോൾ നമ്മൾ പിന്നെ എന്താ കണ്ടത്, നല്ല വഴികളാണ് കേട്ടോ. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജി ഓർമ്മ വന്ന് നല്ല ഇതുപോലത്തെ ഒരു വഴി കണ്ടപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ നടന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മെല്ലെ തിരിച്ചു പോകുന്നു, കാരണം മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നില്ല, വേഗം തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. ഇനിയും ഉണ്ട് കേട്ടോ, കുറേ എടുത്തിട്ടുണ്ട്, പക്ഷേ ഫുള്ളായിട്ടൊന്നും ഞാൻ അതിൽ ഷെയർ ആക്കിയിട്ടില്ല. ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക. അവസാനം വരെ കാണുക. ബൈ, അസ്സലാമു അലൈക്കും.